ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിത തിരിച്ചറിവെന്നാണ്. അത് വളരെ തിരിച്ചറിവോടുകൂടി തന്നെയാണ്, വിവേകത്തോടുകൂടിയ ഈ കവിത ചൊല്ലുന്നത്. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ, അതുകൊണ്ട് തിരിച്ചറിവോടുകൂടി തന്നെ ഈ കവിത ചൊല്ലി തീർത്തേക്കാം. താങ്ക് യു. തിരിച്ചറിയുന്നു ഞാൻ മാവേ, നിന്റെ ചില്ലകളിലേക്കു ഞാൻ എറിഞ്ഞ വിശപ്പിന്റെ കണ്ടം ഞെരുക്കിയ കല്ലുകൾ, കാരുണ്യമില്ലാത്ത കരിങ്കല്ലുകൾ. തിരിച്ചെടുക്കുന്നു ഞാൻ മാവേ, നിന്റെ നെഞ്ചിലേക്കു ഞാൻ എറിഞ്ഞ മാമ്പഴക്കൊഴുതിയിൽ പഴുപ്പിച്ച കല്ലുകൾ, കൂരമ്പുകൊണ്ടതിൻ വേദനകൾ. തിരിച്ചറിയുന്നു ഞാൻ മാവേ, തിരിച്ചെടുക്കുന്നു ഞാൻ മാവേ. കൊതിയൂറും മാമ്പഴം പഴുത്തു കൊഴിയുന്നതിനം വരെ കൊതിയമർത്തി നിർത്തുവാൻ കഴിയാത്ത എൻ കൗമാരം കടിയായി കണ്ട ഞാൻ കുരുന്നു കൈകളാൽ നിന്നെ കഠിനമായി വേദനിപ്പിച്ചത് കൊടുംപാതകം തന്നെ എന്നു തിരിച്ചറിയുന്നു ഞാൻ മാവേ. നിന്റെ കനിവിനായി പാടിടുന്നു ഞാൻ മാവേ. കണ്ണിനലങ്കാരമേറെയാ നീ നിൽപ്പു, കാലം നിനക്കു തേൻ കനികളേറെ നൽകി. കണ്ണിനലങ്കാരമേറെയായി നീ നിൽപ്പു, കാലം നിനക്കു തേൻ കനികളേറെ നൽകി. മാദകപ്പൂമേനി നിറഞ്ഞു പൂത്തുലഞ്ഞ് കവിളിണയിൽ നീ നിറച്ചു പൊൻവസന്തം, കവിളിണയിൽ നീ നിറച്ചു പൊൻവസന്തം. പിന്നിലുല്ലാസരായി പറന്നുയരും വെള്ളരിപ്രാവിനും പറവയ്ക്കു നീ നൽകി. പിന്നിലുല്ലാസരായി പറന്നുയരും വെള്ളരിപ്രാവിനും പറവയ്ക്കു നീ നൽകി. വിട പറയും പകലിൽ നിന്നു ശാന്തമായി സൗഖ്യമായി വാഴുവാനൊരിടം, നിത്യം നന്മതൻ വർദ്ധിതോല്ലാസമായൊരിടം. തടിച്ച നിൻ തരുമേനി കാട്ടിയും തളരാത്ത നിൻ തളിരില നീട്ടിയും തെന്നിച്ചു നിൻ അലിവിൻ തണൽ നിഴൽ തെളിയിച്ചു നീ എൻ മനോവിചാരവും. തടിച്ച നിൻ തരുമേനി കാട്ടിയും തളരാത്ത നിൻ തളിരില നീട്ടിയും തെന്നിച്ചു നിൻ അലിവിൻ തണൽ നിഴൽ തെളിയിച്ചു എൻ മനോവിചാരവും. അകത്തിരുട്ടടർത്തി ഞാൻ ആത്മബോധത്തിൻ്റെ തെളിനീർ നിറച്ചു. അഹംഭാവം കുഴിച്ചെടുത്തകറ്റി അതിൽ സ്നേഹമാം തൈമാവൊന്നു നട്ടു ഞാൻ, അതിൽ സ്നേഹമാം തൈമാവൊന്നു നട്ടു ഞാൻ. ക്ഷമാപണത്തോടെ ചോദിക്കുകയാണ്, ഇനി ആൾക്കാരുണ്ട്, ആരെങ്കിലും ഉണ്ടോ? ഇതിന് ഞാൻ നന്ദി ചൊല്ലാൻ വേണ്ടി കവിതയിൽ കൂടി ചൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിനയിക്കപ്പെട്ടു എന്ന തോന്നൽ വരാതിരിക്കുന്നു. ഒന്ന് കൈ പിടിക്കുകയാണെങ്കിൽ ഞാൻ കവിത ചൊല്ലാൻ പറ്റാത്തതുകൊണ്ട് കവിതയിൽ കൂടി അല്ല പദ്യത്തിൽ കൂടി എന്ന് പറയും. വേദിയിൽ സദസ്സിലും പുഞ്ചിരിച്ചിരിക്കുന്ന തേകയാണ്. വേദിയിൽ സദസ്സിലും പുഞ്ചിരിച്ചിരിക്കുന്ന സാഹിതി സുഹൃത്തുക്കൾ കേൾക്കുകയും വാക്കിൽ നന്ദി. ഏകപത്നീവതപോൽ കവിത മാത്രം മതി എന്ന പാലയ്ക്കും ദേശീയയ്ക്കും എങ്കിലോ എഴുത്തേറിക്കവച്ചു കാവ്യത്തിലും ലസിക്കും ലാലക്കരേ. ഏകപത്നീവതപോൽ കവിത മാത്രം മതി പാലയ്ക്കും
ജേസിലേക്കും എങ്കിലോ എഴുത്തേറി കവച്ച് കാവ്യത്തിലും ലസിക്കുള്ളാടക്കാരെ കാവ്യഭാവന ഇന്നിടന്നു വിലസിയിലെ വ്യത്യസ്ത വിഷയങ്ങൾ ഉചിത സന്ദർഭങ്ങൾ രസമായിരുന്ന സമ്മതിക്കുക തന്നെ. അഭിനന്ദിക്കാം നമുക്ക് അന്യോന്യവിധെപ്പറ്റി അഭിനന്ദിക്കാം നമുക്ക് അഭിനന്ദിക്കാം നമുക്ക് അന്യോന്യവിധെപ്പറ്റി നന്ദിങ്ങനെ ചൊന്ന് നിർത്തുന്നേ വിധേയൻ. അടുത്തത് അതിപ്രധാനമായ നാടക വാർത്തകൾ, സിനിമാ വാർത്തകൾ. ഒന്നിന്റെ ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ. ഈ സമ്മേളനം കഴിഞ്ഞ് ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് പോകാൻ വണ്ടികൾ തയ്യാറാണ്. ഈ സമ്മേളനം കഴിഞ്ഞ് അടിയന്തരമായി പോകേണ്ടവർ ആദ്യം തന്നെ പോകാൻ ശ്രമിക്കാം. അല്ലാത്തവർ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പിന് പോയാൽ മതിയാകും. നാളെ രാവിലെ 8 മുതൽ 9 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഹോട്ടലിൽ താമസിക്കുന്നവരെ പിക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 7 മുതൽ 8 വരെ. ഹോട്ടലിൽ താമസിക്കുന്നവരിന് പ്രത്യേകിച്ച് ഒരു പക്ഷേ അല്പം വൈകിയായിരിക്കാം ഉറങ്ങുന്നത് എങ്കിൽ പോലും അലാം വെച്ച് നേരത്തെ എണീറ്റ് കൂടിയൊക്കെ കഴിഞ്ഞ് തയ്യാറായിരിക്കണം. കാറ് വരുന്നത് ആരുടെ തന്നെ നോക്കുകയോ കളർ നോക്കുകയോ ചെയ്യണ്ട. ഞങ്ങൾ ലാനായ ഒരു ചെറിയ പദം അതിൽ വെച്ചിരിക്കും. ആ വണ്ടിയിൽ 4 ചുവർക്ക് കയറി പോരാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സഹകരണം അത്യാവശ്യമാണ്. 7 മുതൽ 8 വരെയുള്ള സമയത്ത് അവിടെ താമസിക്കുന്ന മുഴുവൻ പേർക്കും ഇവിടെ വന്ന് ആഹാരം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കും. നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. സഹകരിക്കും എന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദി. എൻ്റെ പേര് ഹരിദാസ്. എന്നെ അറിയാത്തവർക്ക് ഹരിദാസ് തകപ്പൻ. ഞാൻ ഡാലസില് കേരള ലിറ്റററി സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ ഒരു കവിത ചൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയെ കുത്തിയുള്ളൊരു കവിതയാണ്, പക്ഷെ ചൊല്ലാൻ പറ്റിയില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ വളരെ ചെല്ലാം. പക്ഷെ ഇപ്പോൾ ഇതിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ, അതായത് ദൃശ്യാവിഷ്കാരങ്ങളുടെ പുതുപ്രവണതകൾ, ദ ന്യൂ ട്രെൻഡ്സ് ഇൻ വിഷ്വൽ ആർട്സ്. അത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൃശ്യാവിഷ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സിനിമയും നാടകവും ഒക്കെയാണ്. അപ്പം അതിൽ പ്രഗത്ഭരായ 2 പേര് ഇന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. ഒരാൾ ഓൺലൈനിൽ നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്നു, ഒരാൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്നത് പ്രൊഫസർ ഡോക്ടർ ചന്ദ്രദാസാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ച എല്ലാവരും മറക്കണം. അപ്പം അതിന് പകരം അതിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം സംസാരിച്ചിട്ട് പിന്നെ അവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ. അതാണ്. അപ്പം ഞങ്ങളോട് പങ്കെടുക്കാനായിട്ട് ഉള്ളത് മനോഹർ തോമസ് സാറ്, ബിന്ദു ടിജി, ബിജോ ജോസ് ചെമ്മാന്ത്ര, ഷാജു ജോൺ, റഫീഖ് തായി, അനശ്വർ മാമ്പള്ളി, മാമൻ സി മാത്യു, ഫിലിപ്പ് തോമസ് ആൻഡ് ഷിനോ കുര്യൻ. ഇവരെല്ലാം നമ്മുടെ ഡെലിഗേറ്റ്സ് ആണ്. അവരെല്ലാം ഇപ്പം മുമ്പോട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേജിൽ സംസാരിക്കാം. അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ നാടകത്തിന്റെ നമ്മുടെ ചന്ദ്രദാസൻ സാറ് ഓൾറെഡി ലൈനിലുണ്ടല്ലോ അല്ലേ? അദ്ദേഹം. പിന്നെ ജയൻ കെ സി ആണ് നാളെ സിനിമയെ പറ്റി സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ചന്ദ്രൻ സാർ ഓൺലൈനാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, ഒരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിക്കാരനാണ്. ക്ലാസിക്കൽ നാടകങ്ങളുടെയൊക്കെ നാടക വേർഷൻ മലയാളത്തില്, അതുപോലെ നാടക സാഹിത്യം, കുട്ടികളുടെ നാടകങ്ങൾ, അങ്ങനെ ധാരാളം നാടകങ്ങൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫിന്നിഷ്, ഹിന്ദി, ലിത്വാനിയൻ, തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവയൊക്കെ ഈ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന്റെ വർക്കുകൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഭിനയ പഠനത്തെയും സാംസ്കാരിക പഠനത്തെക്കുറിച്ച് 50ഓളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് 2 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവിധ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും
അദ്ദേഹം അക്കാഡമിക് ടീച്ചറാണ്, ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഒത്തിരി ധാരാളം ഉണ്ട്. നമ്മൾ അത് സമയമെടുത്ത് കളയേണ്ട, അദ്ദേഹം തന്നെ കുറച്ചുകൂടെ റിലീസ് ചെയ്യും. പിന്നെ ഈ വിഷയത്തിൽ നാടക ദൃശ്യാവിഷ്കാരത്തിലെ പുതുപ്രവണതകൾ അല്ലെങ്കിൽ ന്യൂ ട്രെൻഡ്സ്, അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ചന്ദ്രദാസൻ സാറ് ഓൺലൈനിലുണ്ട്. അദ്ദേഹത്തിന് ഒരു കരഘോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. മൈക്ക് ഞാൻ ഇന്ത്യയിലേക്ക് കൈമാറുകയാണ്. പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയുന്നത് സംബന്ധങ്ങളെ കുറിച്ചിട്ടൊരു ദുഃഖത്തിനാണ് ഇപ്പോൾ വാസ്തവത്തോട് ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ വലിയൊരു സൗകര്യം. എനിക്ക് എന്റെ മുറിയിൽ കൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റും, കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു സൗകര്യമാണ്. പക്ഷെ എനിക്ക് ഒരു വലിയൊരു അസൗകര്യമുള്ളത് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യം അറിയാൻ പറ്റുന്നതിനുള്ള പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആളുകളെ കാണാനും നമ്മുടെയൊക്കെ കഴിയുകയാണെങ്കിൽ ഈ പറയുന്നത് നമുക്ക് എത്രയുണ്ടോ എന്നുള്ള കാര്യം വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ നാടകം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ നേരിട്ടുള്ള സമ്മേളനമാണ്. എനിക്ക് പറയുന്ന ആളുകളെ, കേൾക്കുന്ന ആളുകളെ കാണാൻ പറ്റുക, അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ പറ്റുക, നമ്മളെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തൊക്കെയോടെ സാങ്കേതിക കാര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറേ. അപ്പോൾ ഓഡിയൻസിനെ ഇപ്പോൾ കാണാൻ സാധിക്കും. ഹോസ്റ്റപ്പാട്ട് ആരുടെങ്കിലും സംസാരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി യു ക്യാൻ ഡയറക്ട്ലി ടോക്ക് ടു ദം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇങ്ങനൊരു രീതിയിലൂടെ നിങ്ങൾ വാർത്താ മേഖലയിലെ മലയാളി സമൂഹം സാഹിത്യത്തെയും സംസ്കാരത്തെയും കുറിച്ചൊക്കെ ആലോചിക്കുകയും കൂടുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ എന്നെ കൂടി കൂട്ടിയതിന് നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷിനോട് പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇതൊരു മാസത്തിലൊരു വളരെ അനൗപചാരികമായ ഒരു സെഷനായിട്ട് കണക്കൊക്കെയാണ്. നമുക്ക് വളരെ അക്കാഡമിക്കായിട്ട് സന്തോഷം വളരെ അക്കാഡമിക്കായിട്ടൊക്കെ സംസാരിക്കാനുള്ളതാണ് പറഞ്ഞത്. വളരെ അക്കാഡമിക്കായിട്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കുന്നതിൽ മാത്രം ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ നാടകം മാത്രമല്ല, ദൃശ്യകലകളെക്കുറിച്ച് പൊതുവെയും സിനിമയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും പ്രത്യേകിച്ചും 1-2 മണിക്കൂർ കൊണ്ട് ഇപ്പോഴധികം ആളുകൾ അങ്ങോട്ടും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കൂടുതൽ താല്പര്യം ഇപ്പോൾ കൂടുതൽ ഫലപ്രദം തോന്നുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്തമാനം പറച്ചിലാകാറുള്ളതാണ്. നാടകം ഈ മോണോലോഗിന്റെ കലയല്ല, സംഭാഷണത്തിന്റെ കലയാണ്. രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴാണ് നാടകം ഉണ്ടാകുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പ്രസംഗം നാടകത്തിന്റെ രീതിയല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും മ്യൂച്വലി പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു, നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കില്ല, അതിന് മറുപടിയായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമാണ് നല്ലത്. എന്നാലും ഇതിൻ്റെ ഒരു വിഷയം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ദൃശ്യാവിഷ്കാരങ്ങളിലെ പൊതുപ്രവണതകൾ എന്നുള്ളതാണ് ചോദ്യം. അത് നാടകരംഗത്ത് എങ്ങനെ? നമുക്കൊക്കെ അറിയാം, നാടകം എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാണ്. ഒന്ന് എഴുതപ്പെടുന്ന സാഹിത്യകൃതിയുണ്ട്, നാടകരചനയുണ്ട്. പിന്നെ രംഗത്ത് വന്നത് അഭിനയിക്കുമ്പോഴാണ് അത് വസം പൂർണ്ണമാകുന്നത്. അപ്പോൾ അവതരണം എന്ന നിലയിലും എഴുത്ത് എന്ന നിലയിലും ഒരു 2 രൂപങ്ങളുള്ള ഒരേ ഒരു മാധ്യമമാണ് വാസ്തവത്തിൽ നാടകം. അപ്പോൾ കവിത എഴുതിയാൽ അത് സാഹിത്യത്തിൽ അവർ തീരുകയാണ്. അപ്പോൾ ഇത് എഴുതുന്ന സാഹിത്യം മാത്രമല്ല, ആ സാഹിത്യത്തെ അവലംബിച്ച് രംഗത്ത് വരുന്ന കല, അവതരണം, രംഗപ്രകടനം എന്നുള്ളത് രണ്ടാമതൊരു രൂപമാണ്. 2 രൂപങ്ങളുള്ള ഈ സവിശേഷമായ മാധ്യമം ഈ രണ്ടിനും ഉണ്ടാകുന്ന പൊതുപ്രവണതകളുടെ പ്രശ്നവാസം. എഴുത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അവതരണത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, രണ്ടും വളരെ പ്രധാനമാണ്.
എഴുത്തിൽ മാറ്റം ഉണ്ടായി എന്ന് കരുതി അവതരണത്തിൽ മാറ്റം ഉണ്ടാവണമെന്നില്ല. ഈ മാറ്റം എന്ന് പറയുന്നത് പുതുത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യം വാസ്തവത്തിൽ അതും ചോദിക്കേണ്ടതാണ്. നാടകരംഗത്തുണ്ടാകുന്ന ഏറ്റവും പുതിയത് എന്നിപ്പം പറയാൻ പറ്റുന്ന പരീക്ഷകളിലൊന്ന് ഏറ്റവും പഴയതിലേക്ക് മടങ്ങി പോകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാരതീയ നാടകവേദിയിലെ 2000-3000 വർഷം മുമ്പ് നാടകം അവതരിപ്പിച്ചിരുന്ന ഒരു കാലത്ത്, അല്ലെ ഗ്രീസില് 12,500 മുമ്പ് നാടകം കളിച്ചിരുന്ന രീതികൾ, അന്ന് അവർ ഉപയോഗിച്ച സാങ്കേതിക മാർഗങ്ങൾ, രംഗപരിചരണ രീതികൾ, അഭിനയ സമ്പ്രദായങ്ങളൊക്കെ വീണ്ടും പൊടുതെറ്റിയെടുക്കാൻ, അതിനെ വീണ്ടും പുതിയൊരു പരീക്ഷ, തീർച്ചയായിട്ടും പുതിയ സംവേദനത്തോടു കൂടി തന്നെയാണ് രംഗത്തേക്ക് തിരിച്ചനയിക്കാനുമുള്ള ഒരു ശ്രമങ്ങളാണ് 1970 മുതൽ നടന്നത്. 70 പുതുകാലമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ അത് പുതിയത് എന്ന് പറഞ്ഞാൽ നാടകത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും പഴയത് എന്ന് കൂടി അർത്ഥമാക്കുന്നുണ്ട്. ഏറ്റവും പഴയത് ഏറ്റവും പുതിയതാകുന്ന ഒരു രസകരമായ ഒരു അവസ്ഥ വസ്തുവിൽ കാണുന്നുണ്ട്. ഈ 1-2 കാര്യങ്ങളൊന്നും അല്ല ഇത് നടക്കുന്നത്. 2-3 കാര്യം മാത്രം പറയാം. ഒന്ന്, ഈ നാടകരംഗത്ത് ഇന്ന് ഏറ്റവും പുതുതായി കിടക്കുന്ന ഒന്ന് ഈ സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റമാണ്. മനുഷ്യന്റെ സാങ്കേതിക കാര്യങ്ങളിലുള്ള മാറ്റം അത് വളരെ ദ്രുതഗതിയിലുണ്ടാകും. ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വികാസത്തിന്റെ ഫലമായിട്ടാണ്. 10 വർഷം മുമ്പ് ഇങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഇരുന്ന് എൻ്റെ മുന്നിൽ സംസാരിക്കുകയും നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയും അവിടെ ചോദിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ എന്ന സംഗതിയില്ല. അപ്പൊ ഈ ഇത്തരം മാറ്റങ്ങൾ സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന ഈ വെർച്വൽ റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മൾ യഥാർത്ഥ സ്പേസിലാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ മുറിയിൽ, നിങ്ങൾ അവിടെ ന്യൂയോർക്കിലെ കോളേജിൽ പഠിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളെ, ഞാനിരിക്കുന്ന സ്ഥലവും നിങ്ങളിരിക്കുന്ന സ്ഥലവും, ഞാനാണെങ്കിൽ ഓർക്കുന്നത് എഴുന്നേറ്റ് പകുതി ഉറപ്പിച്ചുപാട്ട് രാവിലെ ഇങ്ങനെ 6:30 ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എഴുന്നേക്കുന്നത് കഴിഞ്ഞ് നേരത്തെയാണ് ക്ലാസ്സിൽ എഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ നിൽക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ സമയങ്ങളാണ്. ഈ വ്യത്യസ്തമായ സമയങ്ങളെയും വ്യത്യസ്തമായ കാലങ്ങളെയും ചേർന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ എത്രയും സമയം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? സമയം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവില്ല, അല്ല പല ഉത്തരങ്ങളാണ്. എനിക്ക് രാവിലെ 6:30-7 ആണെങ്കിൽ ഞങ്ങൾക്ക് വൈകിട്ട് 8:00-9:00 ആകും. അപ്പൊ ശരിക്കുള്ള സമയം ഇത് രണ്ടുമല്ല. നമ്മൾ സംസാരിക്കുന്ന സമയം, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയം എന്നുള്ളത് രണ്ടുമല്ല. ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇത് വെർച്വലായിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള, യഥാർത്ഥമല്ലാത്ത, അല്ലെങ്കിൽ കൂടുതൽ യഥാർത്ഥമായ, അല്ലെങ്കിൽ സ്ഥലകാരനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണകളെ ഒക്കെ ഒന്ന് മാറ്റിക്കളയുക. എന്താണ് സ്ഥലം, എന്താണ് സമയം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളതിനെയൊക്കെ മാറ്റിക്കുന്ന വേറെ എന്തോ ഒന്നും കൂടിയാണ് സമയം, വേറെ എന്തോ കൂടി കാലം എന്ന് പറയുന്ന പോലെയുള്ള ഒരു വെർച്വൽ ആയിട്ടുള്ള റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇപ്പൊ ടിവിയിലൊക്കെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ്. തൃശ്ശൂർപൂരമൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റും, നമ്മളതിനകത്താകും, ഇവിടെ ഇരുന്ന് ഞാൻ പോകാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള വെർച്വൽ റിയാലിറ്റി, വെർച്വൽ സ്ട്രീമിംഗ്, ഇതൊരു വെർച്വൽ സ്ട്രീമിംഗ് ആണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കാണുന്നു. ഇത് നാടകമാകാം. ഞാൻ ഇവിടെ നിന്ന് അഭിനയിക്കുന്നു ഒരു കഥാപാത്രം, മറ്റേ കഥാപാത്രം ന്യൂയോർക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ഇമേജ് ആയിരിക്കും. കുറച്ച് ഓഡിയൻസിനാണ് ഇവിടെ ഇരിക്കാം. അപ്പൊ കുറെ ഓഡിയൻസിന് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, എറണാകുളത്ത് ഇരുന്നുകൊണ്ട് നാടകം കാണാം. കുറച്ച് ആക്ടേഴ്സ് ഇവിടെ നിൽക്കാം. അതേസമയം തന്നെ ഇതേ നാടകത്തിലെ കുറെ ആക്ടേഴ്സ് അവിടെ ആവാം. അപ്പൊ നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ എന്റെ ഇമേജ് ആണെങ്കിൽ ഇവിടെയുള്ളവർ കാണുന്നത് എന്നെ നേരിട്ടാണ്. അവിടെയുള്ള ആക്ടേഴ്സിനെ നിങ്ങൾ കാണുന്നത് നേരിട്ടാണെങ്കിൽ അവരെ ഇവിടെ കാണുന്നത് ഇമേജാണ്. ഇത്തരത്തിലുള്ള ഈ വെർച്വൽ തിയേറ്റർ എന്ന് പറയാവുന്ന, ഇവിടെ എല്ലാ അഭിനേതാക്കളും ഇവിടെ ഇരുന്നുകൊണ്ട് നാടകം കളിക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്നതും കുറച്ചുപേർ അവിടെ, ഞാൻ പറയുന്നതിന്റെ ചോദ്യം നിങ്ങൾ അവിടുന്നാണ് ചോദിക്കുക. അവിടുന്ന് ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ നേരിട്ട് കാണുന്നത്, പക്ഷെ എന്റെ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രംഗാവതത്തിലേക്ക് കൂടി എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് അത്ര പുതുതല്ല. 10-15 വർഷം മുമ്പ് തന്നെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. ബ്രസീലിലും ലണ്ടനിലും ഇരുന്നുകൊണ്ട് ഒരേ സമയം നാടകം നടത്തുന്നുണ്ട്. കുറച്ച് പ്രേക്ഷകർ ലണ്ടനിലുണ്ട്, കുറച്ചുപേര് ബ്രസീലിലുണ്ട്, റിയോയിലുണ്ട്. കുറച്ച് ആക്ടേഴ്സ് ഇവിടെ ഉണ്ട്, കുറച്ച് ആക്ടേഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെ നടന്ന നാടകങ്ങൾ വെർച്വൽ ആയിട്ടുള്ള
ഇത് കോവിഡിന് ശേഷം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം കോവിഡ് നമ്മളെയൊക്കെ മുറിക്കകത്തേക്ക് ഇരുത്താനും ഈ മുറിക്കകത്ത് കോവിഡിന് ശേഷമുള്ള പ്രതിഭാസമാണെന്ന് പറയുന്നത് ഇതിന് കുതിച്ചായിട്ടുണ്ടാവുന്നത്. ഒരുപക്ഷെ കോവിഡിന് മുമ്പാണെങ്കിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ എന്നെ വിളിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കില്ല. നമ്മൾ നേരിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, ഇല്ലെങ്കിൽ സാധിക്കുക, അല്ല വേണ്ട ഇങ്ങോട്ട് അത്ര പേര് കേരളത്തിന്റെ കൊണ്ടുവരാൻ നമുക്കുള്ള സാധ്യമല്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഈ കോവിഡിന് ശേഷം ഈ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഒരു കടന്നുവരവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾ എന്തുമാത്രം നാടകത്തിന്റെ സഹജ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം വേറെയുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ 2000-3000 വർഷം മുമ്പ് വരെയുള്ള നമ്മുടെ ഒരു ധാരണ പ്രേക്ഷകരും അഭിനേതാവും ഒരുമിച്ച് ഒരേ സ്ഥലത്തിരുന്നുകൊണ്ട് പറയുന്ന സമയത്ത് തന്നെ കേൾക്കാന്നുള്ളതാണ്. സിനിമ അങ്ങനെയല്ല. സിനിമ എവിടെയെങ്കിലും എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു രൂപമായി മാറുമ്പോൾ നാടകത്തിന് ലൈവ് ആർട്ടാണ്. ഇത് നടനും പ്രേക്ഷകനും ഒരേ സ്ഥലത്ത് ഒരേ സമയം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അഭിനേതാവും പ്രേക്ഷകനും ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ്, അവർ പെരുമാറുമ്പോഴാണ് നാടകത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നടന്റെ ഉച്ഛ്വാസം, അവന്റെ ശബ്ദം, അവന്റെ സ്പർശം പോലും പ്രേക്ഷകന് നേരിട്ടറിയാവുന്ന ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ള നാടകം നടക്കുന്നുള്ള അതാണ് നമുക്ക് നാടകക്കുറിച്ചുള്ള ഒരു ബോധം. ആ നാടകത്തിന്റെ ബോധത്തെയാണ് ഈ ഇത്തരത്തിലുള്ള വെർച്വൽ പരീക്ഷണം അട്ടിമറിക്കുന്നത്. സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഇടപെടൽ എല്ലാ കാലത്തും നാടകത്തെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റി വന്നിട്ട് എത്ര വർഷമായി, നാടകം വന്നിട്ട് എത്ര വർഷമായി. 2005 വർഷം മുമ്പ് ഗ്രീസിലും ഇന്ത്യയിലൊക്കെ നാടകം കളിച്ചിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ലൈറ്റിന്റെ വലിയ മൈക്കിന്റെയും സഹായത്തോടെ കൂടിയായിരുന്നില്ല. 20,000 ആളുകൾ ഒരുമിച്ച് ഇരുന്ന് നാടകം കണ്ടിട്ടുള്ള എപ്പിഡോറസ് എന്ന് പറയുന്ന ഗ്രീക്ക് നാടകശാലയിൽ മൈക്കുണ്ടായിരുന്നില്ല. 20,000 ആയിരുന്നു പ്രേക്ഷകരുടെ സംഖ്യ. പകലാണ് നാടകം കളിച്ചിട്ടുള്ളത്. ഷേക്സ്പിയറിന്റെ നാടകം അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ പക്ഷേ ലൈറ്റ് വരുന്നതോടുകൂടി, ഇലക്ട്രിസിറ്റി വരുന്നതോടുകൂടി നാടകത്തിന്റെ അവതരണ സമ്പ്രദായത്തിൽ തന്നെ മാറ്റമുണ്ടായി. സ്പോട്ട് ലൈറ്റ് ഒരാളെ മാത്രം കാണിക്കാൻ പറ്റും രംഗത്ത് നിൽക്കുന്ന ആളുകൾ. അത് ഒക്കെ രചനയും ചരിത്രയും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ സാങ്കേതിക ശാസ്ത്രത്തിന്റെ വരവ് എല്ലാ കാലത്തും ആ നാടകത്തിന്റെ അവതരണ സമ്പ്രദായങ്ങളെ മാറ്റിയിട്ടാണ് ഒരു കാര്യം. രണ്ടാമതായി നാടകത്തിന് എങ്ങനെയാണ് കഥ പറയുക, നാടകത്തിൽ സംഭവിക്കുന്നത് ഒരു പ്രത്യേക കഥ, ഒരു പ്രത്യേക രംഗം പ്രശ്നങ്ങൾ പറയാനാണ്. ഈ കഥ പറയുന്നത് അത് എല്ലാ ഇടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നോവലിലും കഥയിലും സിനിമയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പുതിയ ആഖ്യാന മാതൃകകൾ. എങ്ങനെയാണ് കഥ പറയുന്നത്, ഈ കഥയെ, എനിക്കറിയാവുന്ന കഥയെ ഏത് രീതിയിലാണ് ഞാൻ മുമ്പോട്ട് വെക്കേണ്ടത്, അത് ആദ്യോത്യാന്തപുരിതമായി തുടങ്ങി ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് എത്തി അങ്ങനെ കൊണ്ടുവരണോ, അതോ നോൺ ലീനിയർ ആയിട്ടുള്ള കഥ കുറച്ച് ഭാഷയെ ആയിരുന്നു ഈ നാടകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാടകവും നോവലും കഥയൊക്കെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. വാക്കുകൾ ഉപയോഗിച്ചിട്ട് വാചകങ്ങളിലൂടെയാണ് പറയുന്നത്. ഈ ഭാഷയ്ക്ക് അപ്പുറം അല്ലെ ഭാഷയ്ക്ക് അതീതമായി എങ്ങനെ എനിക്ക് കാര്യം പറയുന്നത്, അവിടെയാണ് എൻ്റെ ആക്ഷൻസ്, ഇമേജസ്, കൊണ്ടുവരുന്ന ദൃശ്യങ്ങള്, രൂപകങ്ങള്, അത്രയും കാര്യങ്ങൾ. സിനിമയിലൊക്കെ ദൃശ്യങ്ങളാണ്